നമ്മളിന്ന് വായിച്ച 2 ശമൂവേൽ 12-7 വാക്യത്തിൽ ഒരു ഭാഗം ഞാൻ വായിക്കട്ടെ. ആ മനുഷ്യൻ നീ തന്നെ. ദാവീദിനോട് പറഞ്ഞത് ആ മനുഷ്യൻ നീ തന്നെ. വിദഗ്ധരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു വാർ ഫീൽഡ് എന്നാണ്, യുദ്ധക്കളം, യുദ്ധഭൂമി എന്നാണ്. നമ്മളത് യുദ്ധത്തിന്റെ നിഴലിലാണ്, യുദ്ധത്തിലാണ്. UNO പോലുള്ള ലോക സംഘടനകൾ പറയുന്നത് 3-ാം ലോക മഹായുദ്ധമാണ്. 1ഉം 2ഉം മഹായുദ്ധങ്ങൾ ലോകം കണ്ടു. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ യുദ്ധത്തിൽ 2 ശക്തികൾ കാണും, 2 പേരും ദൃശ്യമായി യുദ്ധം ചെയ്യും. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം മാത്രം. നാം എല്ലാവരും, ലോകം മുഴുവനും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശത്രു മൈക്രോസ്കോപ്പിൽ കൂടെ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചെറിയ സൂക്ഷ്മജീവിയാണ് ഒരു വൈറസാണ്. ആ വൈറസാണ് നമ്മെല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന നമുക്ക് വേദപുസ്തകത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടിയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങൾക്കും ഉത്തരം വേദപുസ്തകം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടിങ്ങനെ വന്നു, ഇതിനൊരു അവസാനമില്ലേ എന്നൊക്കെ നമുക്ക് നമ്മുടെ മനുഷ്യബുദ്ധി നാം ആലോചിക്കും. കാരണം നമ്മുടെ എല്ലാ ജീവിത ക്രമങ്ങളും മാറിപ്പോയിരിക്കും, തെറ്റിപ്പോയിരിക്കും. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആദിയോടൊപ്പം എല്ലാ ഭാഗത്തും മനുഷ്യന്റെ ജീവിതത്തിലെ പോരാട്ടങ്ങളെയും അതിനുള്ള അതിജീവന മാർഗങ്ങളെയുമാണ് നമുക്ക് തരുന്നത്. അതിനെങ്ങനെ അതിജീവിക്കാമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക. അപ്പൊ ഈ വൈറസിന്റെ പ്രതിവിധിയും ലോകം കണ്ടുപിടിച്ചിട്ടില്ല എങ്കിലും വേദപുസ്തകത്തിൽ ചില വാക്സിൻസ് ഉണ്ട്, ചില പ്രതിവിധികളുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കിതിനെ ഒരു പരിധി വരെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് വായിച്ച ആ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം, സൺഡേ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയെ സ്വന്തമാക്കി, പിന്നെ അമോര്യരെ കൊണ്ട് ഊരിയാവിനെ കൊല്ലിച്ചു, വാളുകൊണ്ട് വേണ്ടി കൊല്ലിച്ചു. ഇത്രത്തോളം നീചമായ കാര്യം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദാവീദ്, ദൈവത്തെ വിട്ടുപോയ ദാവീദ്, ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെടുത്തിയ ദാവീദ് എത്ര ഭാവിയാണ്. പക്ഷേ ഒരു രാജാവാണ്, ഇസ്രായേൽ രാജാവാണ്, അന്നത്തെ ലോകത്തിലെ വലിയ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ദാവീദിന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല, ദൈവത്തെ പോലും ഭയക്കേണ്ട കാര്യമില്ല. അപ്പൊ ദാവീദ് എന്ത് ചെയ്യുന്നു? അഹങ്കാരിയായി മാറുക, ജീവിതത്തിലെ ഏറ്റവും വലിയ തിന്മകൾ പ്രവർത്തിക്കുക. ദാവീദ് ആരാണ്? ദാവീദ് എന്ന പേരിന്റെ അർത്ഥം തന്നെ ദിവസം പറയുന്നത് വെൽ ബിലവഡ് എന്നാണ്. ഏറ്റവും പ്രിയമുള്ളവനാണ് ദാവീദ്. വെൽ ബിലവഡ്, ഏറ്റവും പ്രിയമുള്ളവനാണ് ദാവീദ്. യെരൂശലേമും യേശു ജനിച്ച ബെത്ലഹേമും ഒക്കെ അറിയപ്പെടുന്ന ആ യെരൂശലേമിലെ ഒരു പട്ടണമാണ് ബെത്ലഹേം. എന്താണ് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്? ദി സിറ്റി ഓഫ് ഡേവിഡ് എന്നാണ്. യെശയ്യാ പ്രവാചകൻ യേശുവിന്റെ വരവിനെ കുറിച്ച് പ്രവചിക്കുമ്പോൾ പറയുന്നത് ദാവീദിന്റെ പട്ടണത്തിലാണ് രക്ഷകൻ പിറക്കുന്നതെന്ന്. പത്രത്തോളം ദാവീദ് ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. ഇവിടെ പാപം ചെയ്ത ദൈവത്തിൽ നടന്നപ്പോൾ ദൈവത്തിന് അവനെ തിരുത്തണം, അവനെ വീണ്ടും നന്മയുടെ മാർഗത്തിൽ നയിക്കണം. അതിനുവേണ്ടി ദൈവം നാഥാൻ എന്ന പ്രവാചകൻ നയിക്കുകയാണ്. 12-ാം അധ്യായം ആദ്യം നമ്മൾ വായിക്കുമ്പോൾ നാഥാൻ വന്ന് ദൈവത്തോട് പറയുകയാണ്, ഒരു സംഭവം പറയുക, കഥ പറയുകയാണ്. ആ കഥ വായിച്ചു കേട്ടു.
നമുക്കെല്ലാം അറിയാം. രണ്ട് മനുഷ്യർ, രണ്ടുപേർക്കും ആടുകളുണ്ട്. ഒരു ധനികനും ഒരു ദരിദ്രനും. ഈ ധനികന്റെ ധാരാളം ആടുകളുണ്ട്, എണ്ണം പറഞ്ഞിട്ടില്ല. ദരിദ്രനാകട്ടെ ഒരാടേ ഉള്ളൂ, അതും ഒരു പെൺ കുഞ്ഞാണ്. 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ മക്കളെ പോലെയാണ് ഈ ആടിനെ നോക്കിയത്. സ്വന്തം മക്കളെ പോലെയാണ് ആടിനെ നോക്കിയത്. ഈ ആട് വന്ന് ഈ ദരിദ്രന്റെ മടിയിലിരിക്കുമെന്നാണ് പറയുന്നത്. മക്കൾക്ക് കൊടുക്കും പോലെയുള്ള ആഹാരങ്ങളാണ് ഈ ആടിന് കൊടുത്തത്. അത്രത്തോളം സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ ഈ ആടിൻകുട്ടി ഒടുവിൽ ഒരു വഴിപോക്കൻ ഈ ധനികന്റെ വീട്ടിൽ വന്നപ്പോൾ അവനെ വെച്ച് വിളമ്പാനായി അവന് ധാരാളം ആളുകൾ നിൽക്കെ ഈ ദരിദ്രന്റെ ഒറ്റ ആടിനെ കൊന്നു പാലിച്ചു. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നു 5-ാം വാക്യത്തിൽ, ആ മനുഷ്യന്റെ ദാവീദിന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. കോപം കൊണ്ടവൻ വിറയ്ക്കുകയാണ്. അവൻ പറയുകയാണ്, ഈ മനുഷ്യൻ ഇത് ചെയ്തത് മരണത്തിന് യോഗ്യനാണ്. അവന് 4 ഇരട്ടി പകരം കൊടുക്കണം. നാഥാനം ആരും പറയാൻ മടിക്കുന്ന ഉന്നതനായ രാജാവിന്റെ അടുത്ത് പറയുകയാണ്, ആ മനുഷ്യൻ എന്ന് പറയുന്നത് നീ തന്നെയാണ്, നീയാണ് ആ മനുഷ്യൻ. ദാവീദിന് പിന്നീട് പശ്ചാത്താപം വരുന്നു. ഭാവിയാണ് ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചു പോയെന്ന് സമ്മതിക്കുന്നു. നമ്മൾ പിന്നീട് വായിക്കും. എന്താണ് ആ പാപം? ദാവീദ് ചെയ്ത പാപം. ഈ ആടുമായിട്ടുള്ള സാദൃശ്യം എന്താണ്? 11-ാം വാക്യം ആദ്യം മുതൽ 11-ാം അധ്യായം ആദ്യം മുതൽ വായിക്കണം. നിങ്ങൾ വീട്ടിൽ പോയി 2 കാര്യങ്ങളാണ് അവൻ ചെയ്തത്. ഒന്ന്, ഊരിയാവിന്റെ ഭാര്യയെ തന്റെ ഭാര്യയാക്കി, മറ്റൊരാളുടെ ഭാര്യയെ തന്റെ ഭാര്യയാക്കി. മറ്റൊന്ന്, ഊരിയാവിനെ പടക്കളത്തിൽ വെച്ച് ചതിച്ചു കൊന്നു. അപ്പൊ ഒരു കൊലപാതകവും ഒരു വ്യഭിചാരവും. എന്നിട്ട് സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുക. ഇതാണ് ദാവീദ് ചെയ്ത പാപം. ഇവിടെ 2 കാര്യങ്ങൾ 2 പേരുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒന്ന്, ഊരിയാവ്. ആരാണ് ഊരിയാവ്? ഊരിയാവിനെ കുറിച്ച് പറയുന്നവൻ പടത്തലവനാണ്. ദാവീദ് രാജാവിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി മരണം വരിക്കാൻ മുന്നിൽ നിന്ന ഒരു യോദ്ധാവാണ്, ധീരനാണ്. എന്നാൽ അതിനപ്പുറം ഊരിയാവ് ആരാണെന്ന് 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഊരിയാവിനെ കുറിച്ച് വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവന്റെ സ്വഭാവം പൂർണ്ണമായി മനസ്സിലാക്കാൻ ആ ഒറ്റ വാക്യം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ദാവീദ് അവനോട് പറയുകയാണ്, നീ വീട്ടിൽ പോയി വിശ്രമിക്കാൻ. അപ്പൊ ഊരിയാവ് ദാവീദിനോട് മറുപടി പറയുന്നത് എങ്ങനെയാണ്? 2 ശമൂവേൽ 11-ാം അധ്യായം 11-ാം വാക്യം അദ്ദേഹം പറയുകയാണ്, വെട്ടകവും ഇസ്രായേലും യഹൂദായും കൂടാരങ്ങളിൽ വസിക്കുന്നു. എന്റെ യജമാനായ യോവാബും യജമാനന്റെ കൃത്യന്മാരും ബലിപ്രദേശത്ത് പാളയമൊരുങ്ങി കിടക്കുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എന്റെ ഭാര്യയുടെ കൂടെ ശയിപ്പാനും എന്റെ വീട്ടിൽ നടക്കുന്നു. ഊരിയാവ് ചോദിക്കുകയാണ്. തന്റെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്നതിനപ്പുറം ഈ വാക്യത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടകം എന്താണ്? പെട്ടകം ഇത് ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ദൈവം പറഞ്ഞ കൽപ്പന അനുസരിച്ച് നിയമപ്പെട്ടകം, യഹോവയുടെ പെട്ടകം നമ്മുടെ ബൈബിളിൽ പറയുന്നു. ആ പെട്ടകം അവരോടുകൂടി ഉണ്ടായിരുന്നു. അത് അവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. ദൈവം കൽപ്പിച്ചതനുസരിച്ച് ആ പെട്ടകം ദൈവമാണെന്ന് അവർ വിശ്വസിച്ചു. ദൈവം ആ പെട്ടകത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നീടാണ് ആലയം, ദൈവാലയം എന്നുള്ള സങ്കല്പം വന്നത്. അപ്പോൾ ഈ പെട്ടകം പിന്നെ ഫെലിസ്ത്യർ നഷ്ടപ്പെടുത്തി. വീണ്ടും ദാവീദ് തന്നെയാണ് അതിനെ കണ്ടെത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷം യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ ദാവീദ് ഈ പെട്ടകത്തേക്ക് കൂടെ കൊണ്ടുപോകാൻ പറയും യോദ്ധാക്കളോട്. എന്തിനാണ്? അത് ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെയാണ്, ദൈവ സാന്നിധ്യം അറിയാൻ. അപ്പൊ തീർച്ചയായും ഈ പെട്ടകം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പോകരുതെന്ന് ഈ ഊരിയാവ് പറയുമ്പോൾ അതിന്റെ അർത്ഥം
ദൈവത്തെ വിട്ട് ഞാൻ പോകുന്നില്ല എന്നാണ്. ദൈവത്തെ വിട്ട് ഞാൻ പോകുന്നില്ല. വീണ്ടും യഹൂദിയും എന്ന് പറയുകയാണ്. പെട്ടകവും ഇസ്രായേലും യഹൂദ എന്ന് പറയുന്നത് സഭയെ കുറിക്കുന്നതാണ്. സഭയെ കുറിക്കുന്ന ഒരു പദമാണ്, ആലയത്തെ കുറിക്കുന്ന പദമാണ്. അപ്പൊ ഈ രണ്ട് പദങ്ങളിലൂടെയും ഉരിയാവ് അർത്ഥമാക്കുന്നത്, ഒന്ന്, ഞാൻ ദൈവത്തെ വിട്ടു പോകുന്നില്ല. രണ്ട്, ഞാൻ ആലയത്തെ വിട്ടു പോകുന്നില്ല. ദൈവത്തെയും സഭയെയും ആരാധനയും ഞാൻ വിട്ടു പോകുന്നില്ല. മൂന്നാമത് നമ്മൾ നോക്കുമ്പോൾ എന്റെ യജമാനായ യോവാബുണ്ട്, അവന്റെ ഭൃത്യന്മാരുണ്ട്, അവരെയും ഞാൻ വിട്ടു പോകുന്നില്ല എന്നാണ്. അപ്പൊ തന്റെ മേലധികാരികളോട്, തന്റെ അധികാരികളോടുള്ള തന്റെ വിധേയത്വം, തന്റെ മേലധികാരി, തന്റെ കമാൻഡർ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ അവനെ വിട്ടു പോവുകയില്ല. മാത്രമല്ല, ഭൃത്യന്മാർ എന്ന് പറയുന്നത് ഇതിലൊരു ഭൃത്യനാണ് ഈ ഊരിയാവ്. അപ്പോ ഊരിയാവിന്റെ സഹപ്രവർത്തകരെയാണ് ഭൃത്യന്മാരെന്ന് പറയുന്നത്. അപ്പൊ ആരെയൊക്കെ വിട്ടു പോകുന്നില്ലെന്നാണ് ഊരിയാവോട് പറയുന്നത് ഈ ഒറ്റ വാക്യത്തിൽ. ദൈവത്തെ വിട്ടു പോകുന്നില്ല, ദൈവാലയത്തെ വിട്ടു പോകുന്നില്ല, യജമാനെ വിട്ടു പോകുന്നില്ല, തന്റെ സഹപ്രവർത്തകരെ വിട്ടു പോകുന്നില്ല. എത്ര വലിയൊരു കൂട്ടായ്മയാണ്! ആത്മീയമായ കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നില്ല. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ധാർമ്മികമായ എന്റെ ചുറ്റുപാടും ഞാൻ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വങ്ങൾ, എന്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യുന്നു, അതിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നില്ല. ഇതാണ് ഊരിയാവ് ഈ വാക്യത്തിലൂടെ ദാവീദിനോട് പറഞ്ഞത്. അപ്പൊ ഊരിയാവ് എന്ന് പറയുന്നത് നമുക്കെല്ലാം മാതൃകയായിട്ട് സ്വീകരിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് ഊരിയാവിനെ പറയാം, നന്മയുടെ പ്രതീകമാണ് ഊരിയാവ്. അങ്ങനെയെങ്കിൽ ഊരിയാവിനെ കൊന്നതിലൂടെ ദാവീദ് ആരെയാണ് കൊന്നിരിക്കുന്നത്? ദാവീദ് ഈ ഊരിയാവിലൂടെ സംജാതമായ ഒരു നന്മയുടെ കാലത്തെയാണ് കൊന്നിരിക്കുന്നത്. നന്മയെയാണ് ദാവീദ് തോൽപ്പിച്ചിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഊരിയാവിനെ കുറിച്ച് ചരിത്രമായിട്ട് കണ്ടു. ഇവിടെ ദാവീദ് ആരാണ്? ദാവീദ് നമുക്കറിയാം, ഒരു ലേനാണ്. ഇവിടെ ആര് എന്ന് ഒരു ഭക്തനായ മനുഷ്യനാണ്, ദൈവത്തെ പാടി സ്തുതിച്ചവനാണ്. ഏത് പ്രതിസന്ധികളിലും സങ്കീർത്തനങ്ങളിൽ, ദാവീദിന്റെ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, എത്ര തന്നെ പ്രതിസന്ധികൾ വന്നാലും ദൈവാലയത്തിലും ദൈവത്തിലും പൂർണ്ണമായി സമർപ്പിച്ചവനാണ്. ഒന്നാം സങ്കീർത്തനം തന്നെ പറയുന്നു, രാപ്പകൽ അവന്റെ വചനത്തെ ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ. 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അവന്റെ മന്ദിരത്തിൽ എനിക്ക് രാപ്പകൽ വസിക്കണം, അവനെ എനിക്ക് ധ്യാനിക്കണം. ഊരിയാവിന്റെ ആദ്യത്തെ സ്വഭാവം, അവന് ആത്മീയമായിട്ടുള്ള നന്മ ദാവീദിന് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ ദാവീദ് അതിനെ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. എല്ലാം പോട്ടെ, ഇവിടെ നമ്മൾ കാണുന്നു, ദാതാൻ പറയുകയാണ് 10-ാം വാക്യം ഇങ്ങോട്ട്, ഇസ്രായേലിന്റെ രാജാവായിട്ട് നിന്നെ അഭിഷേകം ചെയ്ത ആരാണ്? ദൈവമാണ്. ഈ നാഥാനിലൂടെ ദൈവം ശമൂവേൽ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു, എന്തു പറഞ്ഞാലും ദൈവത്തിന്റെ രാജാവാക്കിയ വഴുതി മറക്കരുത്. അതാണ് നാഥാൻ പറയുന്നത്. ഇശായിയുടെ 8 മക്കളിൽ 7 മക്കളെയും ഈ ശമൂവേൽ നമ്മൾ വായിച്ചു. ശമൂവേൽ തൈലാഭിഷേകവുമായിട്ട് ഇശായിയുടെ വീട്ടിൽ പോകുന്നു. ദൈവ കൽപ്പന പ്രകാരം 7 മക്കളെയും ഇശായി കൊണ്ടുവരുന്നു. കരുത്തരാണ്. എന്നാൽ അവരെല്ലാം ഒഴിവാക്കിയിട്ട് 8-ാമത്തെ ഇടയനായ, ഒന്നിനു കഴിയാത്ത കൊച്ചു പയ്യനായ ദാവീദിനെ ശമൂവേൽ അഭിഷേകം ചെയ്ത് രാജാവാക്കുക. അപ്പൊ ദൈവമാണ് നിന്നെ പൂഴിയിൽ നിന്ന്, കുപ്പയിൽ നിന്ന് തെരഞ്ഞെടുത്തത്. പക്ഷെ നീ അത് എല്ലാം പറഞ്ഞാലും മറക്കാൻ പാടില്ലായിരുന്നു. 2 പേരുടെ ജീവിതത്തെയാണ് നമ്മൾ കണ്ടത്. ഒന്ന് ഊരിയാവ്, ദാവീദ്. തൻ്റെ ജീവിതത്തിന്റെ സുഖങ്ങളെ, നമുക്കറിയാം, ഒരു സൈനികൻ അവധി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയ അവസരമാണ്, എന്ത് വലിയ പ്രിവിലേജാണ്. അവൻ ഓടി വരും. ഇവിടെ രാജാവ് പറയുകയാണ്, നീ വീട്ടിൽ പോയി വിശ്രമിക്കുക. എന്റെ വലിയ ചതിയാണെന്നാലും ആ വാക്കുകൾക്ക് അവൻ എതിരായിട്ട് പറയുകയാണ്, ഞാൻ ഇവിടെ നിന്നുകൊള്ളാം. എൻ്റെ പെട്ടകം ദൈവം ഇവിടെ ഉണ്ട്, എൻ്റെ ആലയം ഇവിടെ ഉണ്ട്, എൻ്റെ യജമാനനുണ്ട്, എൻ്റെ സഹപ്രവർത്തകരുണ്ട്. അവരെ വിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ്? ഉത്തരവാദിത്വങ്ങളിൽ മുറുകെ പിടിക്കുന്ന നന്മയുടെ പ്രതീകം.
ദാവീദാകട്ടെ ഭക്തനായിരുന്നു, നന്മയുടെ പ്രതീകമായിരുന്നു. എന്നാൽ രാജാവായി അധികാരങ്ങൾ വന്നപ്പോൾ ദൈവത്തെ മറന്ന് ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് സ്വന്തം രീതിയിൽ ജീവിച്ചു മനുഷ്യൻ. എന്തൊക്കെ മറന്നാലും ദൈവം നടത്തിയ വഴികൾ നമുക്ക് മറക്കാൻ കഴിയുമോ? നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് വരാൻ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നതിന്റെ പിന്നിൽ എത്രയോ ത്യാഗനിർഭരനായ ജീവിതങ്ങളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തി ഈ നിലയിലാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടില്ല. നമ്മൾ കൊച്ചുനാൾ മുതലേ ആലയത്തിൽ വരുന്നു, ആരാധിക്കുന്നു. സഭയിലൂടെ നമുക്ക് നമ്മളായിത്തീരുന്നതിൽ ഒരു പങ്ക് വഹിക്കാൻ സഭയ്ക്ക് സാധിച്ചിട്ടില്ല. കലാകാലങ്ങളിൽ വന്ന വൈദ്യർ, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. എൻ്റെ സഭയിൽ, എൻ്റെ മാതൃസഭയിൽ നിന്ന വൈദികരും അച്ഛന്മാർ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അധ്യാപകർ, നമ്മളെ കൊച്ചു ക്ലാസ് മുതൽ പഠിപ്പിച്ച അധ്യാപകർ, എത്രയോ ആളുകൾ അവരുടെ പ്രോത്സാഹനങ്ങൾ നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകരും അതുപോലെ തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പശ്ചാത്തലങ്ങൾ, ഇതെല്ലാം നമ്മളാക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മറക്കാൻ കഴിയുമോ? എന്തിനേറെ പറയും, നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നാം ചെയ്യുന്ന ജോലി സ്ഥലത്ത് നമ്മുടെ സഹപ്രവർത്തകരൊക്കെ എത്രമാത്രം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറ്റുന്നൊരു അപജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാനങ്ങളും നമ്മുടെ സമ്പത്തും ഒക്കെ നമ്മുടെ തലമുറകൾക്ക് കൊടുക്കാൻ നമ്മൾ വ്യഗ്രത കാണിക്കും. നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ തന്നെ മക്കൾ രാഷ്ട്രീയം വരുന്നുണ്ട്. അപ്പൊ ഇത് മക്കളും ഉയർന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. നമ്മുടെ സമ്പത്ത്, നമ്മൾ അധ്വാനിക്കുന്നതെല്ലാം മക്കൾക്ക് നമ്മൾ കൈമാറും. പക്ഷേ നാം അനുഭവിക്കുന്ന നന്മകൾ, നാം തലമുറകളായി അനുഭവിച്ചു കൊണ്ടുവന്ന ദൈവകൃപകൾ, നാമാക്കിയ ജീവിത സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ, അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നമ്മുടെ മക്കളെ നമ്മൾ അപ്രകാരം വളർത്തുന്നുണ്ടോ? ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് തിരുവല്ലയിൽ വൃദ്ധ ദമ്പതികൾ ആദ്യമായിട്ട് കോവിഡ് ബാധിച്ചു. പിന്നെ അവർക്ക് സുഖമായി. ആ പിതാവ് 92 വയസ്സുള്ളതായിരുന്നു. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ പിന്നെ ഒരു ജേണൽ എഴുതിയത് ഞാൻ വായിച്ചു. വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം 91-ാം സങ്കീർത്തനം എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം സുഖമായിട്ട് വീട്ടിയിരിക്കുക. എത്രയോ ചെറുപ്പക്കാരാണ് ചേർന്ന് ഈ വൃദ്ധപിതാവ് വീട്ടിലിരിക്കുക. 91-ാം സങ്കീർത്തനം അദ്ദേഹം വീട്ടുകൊണ്ടേയിരുന്നു. ദാവീദ് നാഥാനി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ പൊട്ടിക്കരയുകയാണ്, അനുതപിക്കുകയാണ്. 2 ചിന്തകളാണ് ഞാൻ ഇന്ന് പറയാൻ. ഒന്ന്, നന്മ ഈ ലോകത്ത് നിലനിൽക്കണം. ദാവീദ് അതിനെയാണ് നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഊരിയാവുന്നത് അത് നശിപ്പിക്കാൻ നമ്മൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ നിലകൊള്ളാൻ പാടില്ല. രണ്ടാമത്, നമ്മുടെ പശ്ചാത്തലങ്ങൾ, നമ്മെ നാമാക്കിയ മാർഗങ്ങളൊക്കെ നമ്മൾ തലമുറകൾക്കും പകർന്നു കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇന്ന് ദൈവം നമ്മുടെ മുമ്പിൽ നമ്മെ വളർത്താൻ അയച്ച നാഥാനാണ് ഈ കൊറോണ വൈറസ്. യോജിപ്പിലാണ്. പക്ഷെ എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ്, അത് നമ്മൾ പഠിപ്പിക്കുന്നത് ഇതല്ലാതെ വേറെ എന്താണ്? ഈ തിരിച്ചറിവാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ജീവിതം എന്താണെന്ന് അറിയാൻ ഒരു കവി ഒരുപാട് പേരെ സന്ദർശിച്ചു. ആദ്യം ഒരു കുയിലിനടുത്താണ് പോയത്. കുയിലിനോട് ചോദിച്ചു, എന്താണ് ജീവിതം? കുയിൽ പറഞ്ഞു, സ്നേഹ മധുരമായ സംഗീതമാണ് ജീവിതം. കവിക്ക് തൃപ്തിയായില്ല. അദ്ദേഹം അവിടുത്തെ മുന്തിരിച്ചെടിയുടെ അടുത്ത് പോയി. വീണ്ടും ചോദിച്ചു മുന്തിരിച്ചെടിയോട്, എന്താണ് ജീവിതം? മുന്തിരിച്ചെടി അദ്ദേഹത്തെ പഠിപ്പിച്ചു, മധുരം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതാണ് ജീവിതം. വീണ്ടും കവി അസംതൃപ്തനായ ഒരു പുഴയുടെ അടുക്കിലേക്ക് പോയി. ഒഴുകുന്ന പുഴയോട് ചോദിച്ചു, എന്താണ് ജീവിതം? പുഴ പറഞ്ഞു, ഒഴുകി ഒഴുകി അനന്തമായ സാഗരത്തിൽ എത്തിച്ചേരുന്നതാണ് ജീവിതം. ആ പുഴയിൽ
ഒഴുകി നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സ്യത്തോടും അവസാനമായി ഈ കവി ചോദിച്ചു, എന്താണ് ജീവിതം? മത്സ്യം പറഞ്ഞു, ഈ അഗാധമായ ഒഴുക്കിലും ഈ പ്രതിസന്ധികളിലും തളരാതെ ആ ഒഴുക്കിനെതിരെ നീന്തുന്നതാണ് ജീവിതം. കവിക്ക് മനസ്സിലായത് എല്ലാം ചേർന്നാണ് ജീവിതം. എന്താണ് ജീവിതം? നമുക്കും വിജയകരമായി ജീവിക്കണമെങ്കിൽ സ്നേഹസംഗീതമായി നമ്മുടെ ജീവിതം മാറണം. മറ്റുള്ളവർക്ക് സന്തോഷവും മധുരവും പകരുന്ന ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. ഒഴുകി ഒഴുകി അനന്തമായ സ്വർഗസാമ്രാജ്യത്തിൽ, ആ സ്വർഗസാഗരത്തിൽ നാം എത്തിച്ചേരും. അതിനിടയിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും എതിർപ്പുകളെയും തരണം ചെയ്യുമ്പോൾ ആ ഒഴുകിൽ നീന്താനുള്ള ശക്തി നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നേടാൻ കഴിയൂ. ഏലിയ ഒരിക്കൽ തളർന്നപ്പോൾ ദൂതൻ പറഞ്ഞു കൊടുക്കുക, എഴുന്നേൽക്കുക, പോവുക. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്യുവാനുണ്ട്. നമ്മുടെ കുടുംബം എത്രയോ ഉത്തരവാദിത്വം നമുക്ക് ചെയ്യുവാനുണ്ട്. നമ്മുടെ ദൈവാലയത്തിൽ എത്രയോ ഉത്തരവാദിത്വം നമുക്ക് ഇനി നിർവഹിക്കുവാനുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എത്രയോ ഉത്തരവാദിത്വങ്ങൾ ഇനിയും നിർവഹിക്കുവാനുണ്ട്. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് നാഥാനിലൂടെ ദാവീദിനെ ഉണർത്തിയതുപോലെ ഇതുപോലുള്ള പ്രതിസന്ധികളിലൂടെ ദൈവത്തെ ഉണർത്തിക്കുകയാണ്. നമുക്ക് നന്മയുടെ പാതയിലൂടെ മുന്നോട്ട് പോകാം. ഈ കോവിഡ് നിയമങ്ങൾ പറയുമ്പോൾ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക നിർദ്ദേശമാണ്, ആരാധനാലയങ്ങൾ കയറുമ്പോൾ, പ്രത്യേകിച്ച് പള്ളിയിൽ കയറുമ്പോൾ ഒരു വഴി കൂടെ നമ്മൾ വരണം. നമ്മൾ മടങ്ങി പോകേണ്ട വേറൊരു വഴി കൂടെ വരണം. വന്ന വഴിയിൽ കൂടെ പോകരുത്. അതിന് ആത്മീയമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവാലയത്തിലേക്ക് വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവം ഉണർത്തി തരുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ വഴിയിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കും. ദാവീദിനെ ഇന്നും ആ ഗോത്രത്തിലാണ് യേശു ജനിച്ചത്. ഇന്നും ദാവീദിനെ ഇസ്രായേലിനെ അംഗീകരിക്കും. ഇത്രയും വലിയ പാപിയായിട്ട് കൊലപാതകം ചെയ്തു, വ്യഭിചാരം ചെയ്തു. എന്നിട്ട് എന്തുകൊണ്ടെന്നാൽ അവൻ അനുദപിച്ചു. അവന്റെ ജീവിതത്തിലെ കുറവുകൾ അവൻ ഉണർന്നു. അവൻ ഏറ്റുപറഞ്ഞു. എഫേസ്യ സഭയോട് പൗലോസ് പറയുകയാണ്, എഫേസ്യർ 4:22-24 വാക്യങ്ങൾ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുഭവമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളുക. ഈ നാളുകളിൽ നമുക്ക് അതിനുള്ളതാകട്ടെ. ഈ ചിന്തകൾ ദൈവം നമ്മെ സഹായിക്കട്ടെ.